കർണാടക മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. ദളിത് മുഖമായ ജി. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ, മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക ഖർഗെ, മലയാളികളായ കെ.ജെ. ജോർജ്, യു.ടി. ഖാദർ എന്നിവർക്ക് പുറമെ 4 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, കെ.സി. വേണുഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞയ്ക്കെത്തും. ദീപക് മോഹൻ ഉണ്ട് ഡി.കെ. ശിവകുമാറിന്റെ വീടിന് മുന്നിൽ നിന്ന് തത്സമയം. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ബംഗളൂരുവിൽ ഇന്ന് വീണ്ടും ഒരു പുതിയ കിരീടധാരണമാണ്. ഡി.കെ. ശിവകുമാർ ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന ദിനമാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകനടക്കം നമ്മുടെ പരമേശ്വര ഉപമുഖ്യമന്ത്രിയായ അടക്കം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. മലയാളിയായ നമ്മുടെ ജോർജുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് തോന്നുന്നു. നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി അടക്കം വി.ഡി. സതീശനടക്കം മന്ത്രിമാർ ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? അരുൺകുമാർ, ഡി.കെ. യുഗത്തിന് തുടക്കമാകുന്നു എന്നതാണ് ബംഗളൂരു നഗരത്തിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ബംഗളൂരു നഗരത്തിലെമ്പാടും തന്നെ ഡി.കെ. ശിവകുമാറിൻ്റെ ഫ്ലെക്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ ബംഗളൂരു നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരടക്കം കർണാടകയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നൊക്കെ തന്നെ മന്ത്രിമാരും കോൺഗ്രസ് പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ ഡി.കെ. ശിവകുമാറിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരു നഗരത്തിലെ സദാശിവ നഗറിലുള്ള ഡി.കെ. ശിവകുമാറിൻ്റെ വീടിന് മുൻപിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പഴയ വീട്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസായാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് കാണാം ഡി.കെ. ശിവകുമാർ പ്രസിഡന്റ്, എം.എൽ.എ, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ളൊരു നെയിം ബോർഡുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പഴയ വീടായിരുന്നു. ഇപ്പോൾ അത് ഓഫീസായാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു മുൻപിൽ നിരവധി പോലീസുകാരെ കൊണ്ട് വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഉന്നത നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ മുതൽ ഈ മേഖലയിലേക്ക് എത്തും. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരടക്കമുള്ള ആളുകൾ എത്തും എന്നത് കരുതിക്കൂട്ടി തന്നെയാണ് പോലീസുകാരടക്കമുള്ള ആളുകൾ ഇവിടെ വലിയൊരു സുരക്ഷ തീർത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വൈകിട്ട് 4 മണിയോടുകൂടി ഈ ലോക് ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. നേരത്തെ തന്നെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഒപ്പം മറ്റ് മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ഡി.കെ. ശിവകുമാറിൻ്റെ വീട്. സദാശിവ നഗറിലുള്ള വീടാണിത്. ഇവിടെ പോലീസ് ബാരിക്കേഡൊക്കെ തീർത്തിട്ടുണ്ട്. മുൻപിൽ തന്നെ മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വൈകിട്ടോടുകൂടി തന്നെ ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്.